ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടത്? അവരല്ലേ ഒരു അംഗനവാടി കുട്ടിയുടെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് അതൊരു വലിയ വിവാദമൊക്കെ ആയത്. ആ കുട്ടി തന്നെയാണ് പിന്നെ അത് കറക്റ്റ് ചെയ്തത്. അപ്പൊ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം ഇതിനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. മന്ത്രിമാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ഒന്നും അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നതല്ല. അപ്പം അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ പ്രസംഗങ്ങൾ നടത്തി പോവുക എന്നതിന് പകരം കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പോകും. അത് സ്വാഭാവികമാണ്. അതിൽ ഒരപമാനവും ഇന്നുവരെ ഒരാൾക്കും തോന്നിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തു ചെയ്യും? അങ്ങനെ പിന്നീട് ചെയ്യില്ലല്ലോ. അതിൽ പങ്കെടുത്ത ഏതെങ്കിലും കുട്ടികൾക്ക്, ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് മാനഹാനിയായി, അപമാനമായി അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ മാത്രമല്ലേ ക്ഷമാപണത്തിൻ്റെ ആവശ്യവും മാപ്പിൻ്റെ ആവശ്യവും ഒക്കെ വരുന്നുള്ളൂ. അതവർ പറയട്ടെ, നിങ്ങൾ അവരോടും ചോദിക്കുക. എന്നിട്ട് ആ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാം. എനിക്കതിൽ ആ കാര്യത്തിൽ ഒരു വാശിയുമില്ല. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയാണ് അവിടെയും എനിക്ക് ബോധ്യപ്പെട്ടത്. എനിക്കുറപ്പാണ് മറ്റേതൊരു അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ പോയി ചോദിച്ചാലും ഇത്രയും കുട്ടികളിൽ ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തമായതുപോലെ പ്രാപ്തമാകുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ പ്രസംഗിച്ചു. ആ 1 മണിക്കൂറിലെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ശരിക്കും ബോധ്യമാകും എന്താണ് അവിടെ നടന്നത്, എങ്ങനെയായിരുന്നു ആ ഫംഗ്ഷൻ മുന്നോട്ട് പോയിരുന്നത് എന്ന്.